നമസ്കാരം. കേവലം 10 ദിവസത്തിനുള്ളിൽ 3 നാട്ടാനകൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. വേണാട്ടുമറ്റം ചെമ്പകം, പഞ്ചമത്തിൽ ദ്രോണ, പുതുപ്പള്ളി അർജുനൻ, ഇങ്ങനെ 3 ആനകൾ. ഈ വർഷം 8 മാസം പിന്നിടുന്നതിന് മുന്നേ തന്നെ ആകെ 1 ഡസനിലധികം നാട്ടാനകൾ ചരിഞ്ഞു കഴിഞ്ഞു. എന്താ ഞെട്ടിയോ? എങ്കിൽ കേട്ടോളൂ. നമ്മുടെ കേരളത്തിൽ ഇനി അവശേഷിക്കുന്നത് കേവലം 369 നാട്ടാനകൾ മാത്രം. ഇതിൽ ഭൂരിഭാഗവും തൻ്റെ വാർദ്ധക്യത്തിലേക്ക് അല്ലെങ്കിൽ യൗവനം പിന്നിട്ട് കഴിഞ്ഞു എന്നത് മറ്റൊരു സത്യം. ആനകളുടെ മരണനിരക്ക് വർദ്ധിക്കുവാൻ യഥാർത്ഥ കാരണം എന്താണ്? ഉടമകൾ, പാപ്പാന്മാർ, ചികിത്സയിലെ പാകപ്പിഴകൾ, ആഹാരക്രമം, കാലാവസ്ഥയിലെ മാറ്റം, ലോറിയിലെ യാത്ര, അങ്ങനെ എത്രയെത്ര കാരണങ്ങൾ നാം പറയും. അമിത ജോലിഭാരവും പാപ്പാന്മാരുടെ അടിക്കടിയുള്ള മാറ്റവും മർദ്ദനമുറകളും ശാസ്ത്രീയമായ ചികിത്സയ്ക്കുള്ള സൗകര്യക്കുറവുമെല്ലാം എണ്ണി എണ്ണി പറയുമ്പോഴും പരാതികളും കേസുകളും മുറയ്ക്കു നടക്കുമ്പോഴും ആനമരണങ്ങൾക്ക് മാത്രം യാതൊരു കുറവുമില്ല. ഇതിനെല്ലാം പരിഹാരമായി ചിലർ പറയുന്നതോ പുറത്തു നിന്നുള്ള ആനകളുടെ വരവിനെപ്പറ്റിയുമത്രേ. ആനകളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും പാപ്പാന്മാരുടെ അടിക്കടിയുള്ള മാറ്റം തടയുന്നതിനും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ട നടപടികൾ കൈക്കൊള്ളാതെ എത്ര ആനകൾ കേരളത്തിലേക്ക് വന്നിട്ട് എന്ത് കാര്യം? ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുമെന്ന പ്രതീക്ഷയോടെ ഇനിയൊരാനയും ആയുസ്സെത്താതെ രോഗവും ദുരിതങ്ങളും മൂലം ചരിയരുതേ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിടവാങ്ങുന്നു.